ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നേരം മുമ്പേ നമ്മുടെ കൂട്ടുകാരനാണെങ്കിൽ അടുത്തൊരു കോൾ, നമ്മുടെ കാർ ഡീലർഷിപ്പ് ഉള്ളൊരു കൂട്ടുകാരനുണ്ട്. കൂട്ടുകാരൻ്റെ പേര് സായി എന്നാണ്. മുമ്പേ നമ്മളൊരു വീഡിയോയ്ക്കകത്ത് പരിചയപ്പെടുത്തിയതാണ്. അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ സായി വിളിച്ചിട്ട് പറഞ്ഞ് നമ്മുടെ സിറ്റിയിൽ കുറച്ച് ഒക്ടിമില്യണേഴ്സ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ബില്യണേഴ്സിൻ്റെ കാശ് മോഷ്ടിക്കുന്ന വീഡിയോ. അതിനാ ഓക്കെ. അപ്പം ബില്യണയറിനെക്കാളും മേളുള്ള ഒരാളാണ് ഒക്ടിമില്യണയർ. ഗൈസ്, അപ്പം ആദ്യത്തെ ലൊക്കേഷനിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആദ്യം തന്നെ നമ്മളിപ്പോൾ നേരെ നമ്മുടെ സായിയുടെ വീട്ടിലേക്ക് പോകണം. എന്നിട്ടാണ് നമ്മൾ പരിപാടി ചെയ്യുന്നത്. നമുക്ക് നേരെ സായിയുടെ വീട്ടിൽ എന്നിട്ട് കാണാം. ഗൈസ്, അങ്ങനെയാണ് നമ്മൾ സായിയെ കണ്ടിട്ട് ഡാ ഓടോ ഓടാ ഓടാ എടാ. അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ്? ഓടോ, അതിച്ചൊരു ഡേഞ്ചറാണ്. നമ്മൾ ഒക്ടിമില്യണേഴ്സിന് ചിലപ്പോൾ സെക്യൂരിറ്റീസ് കാണും. അതുപോലെ തന്നെ ഡേഞ്ചറസ് പരിപാടിയാണ് നീ ചെയ്യാൻ പോകുന്നത്. സോ കെയർഫുള്ളായിട്ടിരിക്കുക. അതുപോലെ തന്നെ നിനക്ക് കാറുകൾക്കൊന്നും കീ കാണത്തില്ല. നമുക്ക് വീട്ടിലൊന്നും കയറേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ കാറുകളുടെ ചില്ല് വെടിവെച്ച് പൊട്ടിച്ചതിന് ശേഷം ഈസിയായി തന്നെ ആ ചില്ലിനകത്തൂടെ കൈയിട്ട് നമുക്ക് ഇത് വണ്ടി ഇങ്ങനെ തുറക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പോൾ സായി പറഞ്ഞത് തന്നെ ഇങ്ങനെ വെടിവെക്കാനാണ്. ഈ ചില്ല് പൊട്ടുന്നില്ലല്ലോ. ഓ ഗൈസ്, ഞാൻ മറന്നുപോയി, ഇത് ബുള്ളറ്റ് പ്രൂഫ് ചില്ലാണ്. ഓക്കെ, അപ്പം ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. ശരി. ഓക്കെ. അപ്പോൾ നമ്മൾ സായി ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. കെയർഫുള്ളായിട്ടിരിക്കണം. ഒക്ടിമില്യണേഴ്സിൻ്റെ കാസാണ് ഗൈസ്. സായി എന്നാ പോണേ ഓളാ. ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ വെച്ച് പിടിക്കാതെ ഒക്ടിമില്യണേഴ്സിൻ്റെ ആദ്യത്തെ വീട്ടിൽ നിൽക്കി അവനോട് ചോദിച്ചു നോക്കട്ടെ, ആദ്യത്തെ ലൊക്കേഷൻ എവിടാന്ന് എനിക്കറിയത്തില്ല. ഓ മണ്ടൻ ഞാൻ. ഡാ സായി എന്താണ് തിരിച്ചു വന്നേ? എടാ, ആദ്യത്തെ വണ്ടിയുടെ ലൊക്കേഷൻ ഏതാ? എടാ, എയർപോർട്ട്. ശരി എന്നാ ഗൈസ്, ഈ എയർപോർട്ടിലാണ് അടുത്ത വണ്ടിയുള്ളതെന്നാണ് പറയുന്നത്. അവൻ പറഞ്ഞതനുസരിച്ച് ഈ എയർപോർട്ടിൽ നിന്ന് വേറെ രാജ്യത്തേക്ക് വണ്ടി ഷിപ്പ് ചെയ്യില്ല, എയർ ട്രാവൽ ചെയ്ത് നേരെ പോവാണ്. എയർ ട്രാവൽ അറിയാമോ? മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രാവലിൻ്റെ വേ ആണ് എയർ ട്രാവൽ. ഓക്കെ, വണ്ടി ഫുള്ള് പോയി നമുക്കെന്നെ. പക്ഷേ ഇപ്പോഴും നമുക്കൊരു വണ്ടി തരാമെന്ന് പറഞ്ഞു. ടോട്ടൽ 4 വണ്ടി ഏതാണ്ടെന്ന് എനിക്ക് സത്യം അറിയത്തില്ല. നേരെ എയർപോർട്ടിലേക്ക് വെച്ച് പിടിക്കാം. എൻ്റെ മോനെ ലാഡറിൽ നിന്ന് പിടച്ച് വീണിട്ടുണ്ട്. ഓക്കെ. ഇപ്പം ഇവിടെയാണെങ്കിൽ നമ്മുടെ ഓ ഗൈസ്, ഇതെന്താണ്? ബോട്ടല്ലേ അത്? ഓയ്യോ ഗൈസ്, ഇതെല്ലാം ബില്യണേഴ്സിൻ്റെ വണ്ടിയാണ്. ഇത് നോക്ക്, ഈ കാറ് നോക്ക്, ബുക്കാട്ടി. ഈ വണ്ടി നോക്ക്, ഇത് വണ്ടിയല്ല, ബോട്ടാണ്. അതുപോലെ തന്നെ ഈ വണ്ടി നോക്ക് ഗൈസ്, നമുക്ക് ഈ വണ്ടി എടുക്കാം. ഇത് ഓക്കെ. അവൻ പറഞ്ഞതനുസരിച്ച് വെടി വെക്കാനല്ലേ പറഞ്ഞേ? ഓക്കെ, നമുക്ക് അങ്ങനെ ഒന്ന് വെടിവെച്ച് നോക്കാം. 3, 2, 1. ഓക്കെ. അപ്പോൾ നമുക്ക് പൊട്ടിയിട്ടുണ്ട് ചില്ല. ഓക്കെ, കാണാൻ പറ്റും. ഓക്കെ, സെറ്റ്. പയ്യ വണ്ടി എടുത്തോ. പക്ഷേ ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കിയേ നിങ്ങൾ. എൻ്റെ മോനെ, അപ്പോൾ ആദ്യത്തെ ഒക്ടിമില്യണയറിൻ്റെ വണ്ടി അങ്ങനെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. നേരെ അവൻ്റെ അടുത്തേക്ക് പോവാം. അത് നമ്മുടെ വീട്ടിലിട്ടേക്കാനാണ് പറഞ്ഞത്. അവൻ എടുത്തോണ്ട് പൊക്കോളും. കഴിഞ്ഞ പ്രാവശ്യമാണ് ഡേവിഡ് നമുക്ക് സുപ്ര വന്നിട്ടുണ്ടായിരുന്നു. ആ സുപ്രയാണെങ്കിൽ നമ്മുടെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി. സത്യം പറയാം, ശോക അവസ്ഥയായിരുന്നു. നമ്മൾ ബില്യണേഴ്സിൻ്റെ വണ്ടി മോഷ്ടിച്ചപ്പം നമുക്കൊരു സുപ്ര കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ GTR എടുത്താലോ? ബാക്കി വണ്ടികളൊക്കെ ഏതാണെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് GTR എടുക്കാം. ഓക്കെ, പയ്യെ പാർക്ക്. വണ്ടി തുടങ്ങുക, ഡോറടാ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ വണ്ടി. ഇതെന്ന് പറഞ്ഞാൽ GTR ആണ്. ഡോറടയ്ക്കണം. കുഴപ്പമില്ല.
അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയുടെ ലൊക്കേഷൻ തന്നെ ഫോണ് തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാവേ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ അടുത്ത ലൊക്കേഷന് കാര്യങ്ങളൊക്കെ വരുന്ന ഏകദേശം തന്നെ ഇവിടെ ആയിട്ടാണ്. ഓക്കെ, ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പരിസരത്ത് എവിടെയോ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ബിൽഡിങ്ങൊക്കെ ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാം. അപ്പോൾ ലൊക്കേഷൻ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു. എന്താണ്ട് ഇവിടെയാണ് ഒരു വണ്ടി ഉള്ളതെന്ന് പറയുന്നത്. നമുക്ക് ആദ്യം തന്നെ സൂക്ഷ്മമായിട്ട് നമുക്ക് ഈ വണ്ടി ഇവിടെ നിന്ന് പാർക്ക് ചെയ്തേക്കാവേ, എന്നിട്ട് നമുക്ക് ഇറങ്ങി നോക്കാം. സത്യം പറഞ്ഞാൽ ഗൈസ്, നമ്മളാണെങ്കിൽ ഇതാണ്ട് ഇപ്പോഴാണ് ഗൈസ് ഈ ഒരു വണ്ടി കണ്ടുപിടിക്കുന്നത്. ഈ വണ്ടി നോക്ക് നിങ്ങൾ, ഈ ഒരു വണ്ടി നോക്ക്, ഇത് ടാർസൺ കാറാണ് ഗൈസ്. ടാർസൺ കാറ് കണ്ടില്ലേ, നല്ല അടിപൊളി ടാർസൺ കാറ്. ഈ വണ്ടി നമുക്ക് ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്കത് സെല്ല് ചെയ്യേണ്ട വന്നു. അതായത് നമ്മളൊരു വീഡിയോയ്ക്കകത്ത് പോലീസ് പിടിച്ച വണ്ടികൾ നമ്മൾ സ്റ്റീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ട് എല്ലാം പോയി ചെക്ക് ചെയ്യുക. ആ വീഡിയോയ്ക്കകത്താണ് നമുക്ക് ഈ വണ്ടി കിട്ടിയിട്ട്. ഇതിൻ്റെ പർപ്പിൾ വേർഷനായിരുന്നു, ഇതിപ്പോൾ ബ്ലാക്ക് ആണ് ഗൈസ്. വളരെയധികം റെയറാണോ, ഞാൻ അറിയാതെ ഒരാളെ ഇടിച്ചു പോയി. ഓക്കെ, നമുക്ക് പറപ്പിച്ച് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ച് ഒരൊറ്റ വിടൽ വിടാം. എൻ്റെ മോനെ പറക്കുകയാണ് ആടെ, അത് ഇളകിപ്പോയി. ഓക്കെ, നല്ല പറപ്പിൽ നമ്മളിതേ ഇപ്പോൾ അതാ നല്ല സ്പീഡ് ഗൈസ്, നല്ല സ്പീഡെന്ന് പറഞ്ഞാൽ ഉയ്യോ, ബ്രേക്ക് ഓടിക്കാൻ പറ്റുന്നില്ലേ. എടാ എന്താടാ അത്? പയ്യെ നമ്മുടെ വണ്ടി ഇങ്ങോട്ടൊന്ന് കയറ്റാൻ നോക്കേ. നമ്മുടെ GTR ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഇടിക്കരുത് ഇടിക്കരുത്. GTR എന്താണ് എന്നെ പുറകെ വരുന്നത്? അവിടെ കട. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത വണ്ടി, 2 വണ്ടിയാണ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി ഏതാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. യെസ്, അപ്പോൾ നമ്മൾ പയ്യെ നമ്മുടെ വണ്ടി തിരിച്ചിങ്ങ് കൊണ്ടുവന്നായിരുന്നു നമ്മുടെ ബൈക്ക്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയെന്ന് തന്നെ പറയാം. ഇത് ഈ വഴിയാണ് പോകേണ്ടത്. ഓക്കെ, നല്ല സ്പീഡ് അങ്ങ് വെച്ച് പിടിച്ചേക്കാം. ഇവിടെ റോഡ് ആണ്ട് നമ്മുടെ മറ്റേ GTR അടുത്ത സ്ഥലം, അവിടെ ഇപ്പോഴും വണ്ടി കിടപ്പുണ്ട്. അയ്യോ, എൻ്റെ ബൈക്ക്. ഞാനിപ്പോൾ ഒരു വണ്ടി വിളിച്ചിട്ട് ഇപ്പം വരാം. പക്ഷേ ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഈ വണ്ടി എടുക്കാനായിട്ട് വന്നപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ സായി വിളിച്ചിട്ട് പറഞ്ഞ് ഒരു ലംബോർഗിനിയാണ് അടുത്ത വണ്ടി. ആ ഒരു വണ്ടി റോട്ടിൽ കൂടെ ഓടിച്ചുകൊണ്ട് നമ്മുടെ ബില്യണയർ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണെന്നാണ് പറഞ്ഞത്. സോ അപ്പോൾ ആ ഒരു വണ്ടിയുടെ നമ്പർ, എടാ എനിക്ക് ദേഷ്യം വരുന്നടാ ഇത്, എന്തൊരു കഷ്ടമാണ്. എവിടെയാണോ ഈ ഒപ്റ്റിനില്യണയർ ഇരിക്കുന്നത്? ദേഷ്യം വരുന്നു. ഇനിയിപ്പോൾ പുള്ളിക്കാരൻ്റെ ലംബോർഗിനിയും കണ്ടു. അതായത് വണ്ടിയാണ് ലംബോർഗിനി അല്ലേ? യെസ്, ഐ തിങ്ക് ഇറ്റ് ഈസ് ദ വൺ. സോ നമുക്ക് അങ്ങോട്ട് എന്തേലും വേറെ ലംബോർഗിനി വരുന്നത്. പക്ഷേ ഇത് കൂടിയനം വണ്ടി. വെയിറ്റ് വണ്ടി തന്നെ നമുക്കൊരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളാണെങ്കിൽ തേടെ വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടോ? വണ്ടി എടുത്തിട്ടുണ്ട്, പൊളി സാധനമാണ് ഈ വണ്ടി. ഓക്കെ ഗൈസ്, ഈ വണ്ടിയുടെ എന്തൊരു കളറിനെന്തോ ഒരു വ്യത്യാസം ഗൈസ്. ഈ വണ്ടിക്കകത്ത് നമ്മൾ കയറിയിരുന്ന് ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഈ വണ്ടിയുടെ കളർ ഫുൾ RGB ആയടാ, എൻ്റെ മോനെ. ഓ ഗൈസ്, അപ്പം അതാണ് ഒത്തിരില്ലാണ്. ഞാൻ വിചാരിച്ച എല്ലാവർക്കും ലംബോർഗിനി ആയിട്ടല്ലേ ഈ സിറ്റിയിൽ. അപ്പം ഞാൻ വിചാരിച്ച എന്നാണ്, അപ്പോൾ ഇത് ലിമിറ്റഡ് എഡിഷനാണ് ഗൈസ് വണ്ടി. ഓ ഗൈസ്, ഇതിൻ്റെ സ്പീഡ് നോക്കിയേ, ഭയങ്കര സ്പീഡാണ്. നേരെ ഉണ്ട് ഈ വണ്ടി ഉണ്ട് നമ്മുടെ വീട്ടിൽ കയറ്റി എന്നിടട്ടെ. മൈ ഗുഡ്നസ്. ഓഹോ, പയ്യെ. വണ്ടിയൊക്കെ എപ്പോഴാണ് സായി എടുത്തോണ്ട് പോകുന്നത്? നമുക്ക് ഈ റെയിൻബോ ലംബോർഗിനി ചോദിച്ചാലോ അവനോട്? എന്തായാലും ചോദിച്ചു നോക്കാം, തരുമോന്ന് ആർക്കറിയാം. അപ്പോൾ നേരെ അടുത്ത വണ്ടിയുടെ ലൊക്കേഷനിലേക്ക് പോവാം.
ഓക്കെ അഗെയിൻ നമ്മൾ നമ്മുടെ വണ്ടി എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ. എന്തോരാടാ അവന്മാരൊക്കെ സാധാരണ സംഭവം ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ വീട്ടിലിരിക്കുന്ന വണ്ടി അവന്മാരൊക്കെ അത് കാണണം. അടുത്തൊരു വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയാണ്. ഇപ്പം നേരെ അങ്ങോട്ടോ എവിടെയാണെന്ന് വെച്ചാൽ ഒരു ഫ്ലാറ്റിലാണ് ചേച്ചി. യെസ്, അപ്പോൾ ഫ്ലാറ്റാണ് വീടാണ്. ഇപ്പം നമുക്ക് വിളിച്ചു ചോദിക്കാം. ഇപ്പം വിളിക്കാം. ഹലോടാ, ആളാ മറ്റേ ഈ വണ്ടി ഇരിക്കുന്നത് മറ്റേ ഫ്ലാറ്റിലാണോ അല്ല വീട്ടിലാണോ? ഓളോ അത് വീട്ടിലാണോ ഇരിക്കുന്നത്? വീട്. ആ ശരി, എൻ്റെ പൊന്നോ, സായി പറഞ്ഞതനുസരിച്ചാണ് വീട്ടിലാണ് ഇരിക്കുന്നത്. ഏത് ഒക്ടിനിൻ്റെ വീട്ടിലാണോ വണ്ടി ഇരിക്കുന്നത് ആർക്കറിയാം. സായി തന്ന ലൊക്കേഷൻ ഇവിടെയാണല്ലോ. ഇവിടെ വീടൊന്നും കാണുന്നില്ല. അത് നമ്മുടെ വീടാണ്. ഇവിടെ വേറെ വീടൊന്നും കാണുന്നില്ല. ഇനി നമ്മുടെ വീട് വല്ലതും ആണ്. നിൽക്കേ, നമുക്ക് ഇവിടെ നിന്നിട്ട് അവനെ ഒന്ന് ഫേസ് ക്യാം ചെയ്ത് നോക്കാം. എൻ്റെ ഗായ്സ്, സത്യം പറഞ്ഞ വീട് ഏതാണെന്നറിയാതെ ഈ കളറുള്ള വീടാണ്. സത്യം പറഞ്ഞ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് ഒരു ബിൽഡിംഗ് ആണ്. എൻ്റെ മോനെ, ഇത് ഏതോ മാള് പോലെയൊക്കെ ഇരിക്കുന്നു, മാള്. അപ്പോൾ നമ്മൾ സായിപ്പ് ഒന്ന് ഫേസ് ക്യാം ചെയ്ത് അന്നേരമാണ് അവൻ പറഞ്ഞത് ഇതാണ് വീടെന്ന്. എവിടെയെങ്കിലും വണ്ടി കിടപ്പുണ്ടായിരിക്കുമെന്ന്. എൻ്റെ ഗായ്സേ, ഓക്കേ, ഇതാണോ വണ്ടി? ഇതെന്ത് വൃത്തികെട്ട വണ്ടിയാണ്. അപ്പം ഇതാണ് വണ്ടി. എനിക്കായിരിക്കും നമുക്കൊന്ന് വെടി വെച്ച് നോക്കാവേ. ഗേസ് തോന്നുന്നു പത്ത സൈഡാ. യെസ് ഗൈസ്, വണ്ടിയെ കയറാൻ പറ്റും. നമുക്ക് താക്കോല് പോലും വേണ്ട, നമുക്ക് വണ്ടിയെ കയറി. ഇത് ഓടിയാണ് ഗൈസ്. പക്ഷേ ഇതിൻ്റെ കളറ് കണ്ട, ബമ്പർ രണ്ടെണ്ണം വേറെ വേറെ, ബോഡി വേറെ, മറ്റേ ഇത് നമ്മുടെ ഡോർസ് വേറെ. അപ്പോൾ ഇത് ലിമിറ്റഡ് എഡിഷൻ വല്ലതും ആണോ? സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാവേ. ഓക്കെ, കയറുന്നുണ്ടോ? വണ്ടി അത്ര നല്ല സ്പീഡൊന്നും ഇല്ല. ആൾക്കാരൊക്കെ സാധാരണ ഓടി, നമ്മൾ വേറെ ലെവൽ ഓടി. എന്താടാ നോക്കണേ? അയ്യോ, ആൾക്കാരെല്ലാം നോർമൽ ഓടി, നമ്മൾ വേറെ ലെവൽ താരം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് വെച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നമ്മുടെ വീഡിയോ അപ്പം തന്നെ കുറേ നേരമായി ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. വീഡിയോയും കുറേ നേരമായി കാണും. അയ്യോ, നമ്മുടെ വീട്ടിൽ അവൻ്റെ സ്വന്തം കാർ ഷോറൂമിൽ കൊണ്ടിടാനാണ് വന്നത്. വേണ്ട, കാർ ഷോറൂം അതല്ലേ കാർ ഷോറൂം? യെസ്, ഇത് തന്നെ കാർ ഷോറൂം. നമ്മുടെ മതിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് കെട്ടിയതാണ് മതിൽ. വണ്ടിക്ക് അങ്ങോട്ട് നല്ല സ്പീഡൊന്നും ഇല്ല. ഒക്ടീനില്ലിയണേഴ്സിൻ്റെ വണ്ടിയാണ്. നമുക്ക് ആ ലംബോർഗിനി നമ്മുടെയാണ് ഗൈസ്. യെസ്, ഇവിടെ കൊണ്ടിട്ടേക്കാനാണ് പറഞ്ഞത്. അവനിനി വിൽക്കാൻ വല്ലതും ആയിരിക്കും ഗൈസ്. അത് ശരിയാണല്ലോ, അവനിനി വല്ലതും വിൽക്കാനോ ഒക്കെ ഇവിടെ കൊണ്ടങ്ങ് വണ്ടി ഇട്ടേക്കാം. നേരെ ഇവിടെ ഇടാം. കേസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ ലഭിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.